ഹലോ മച്ചാന്മാരെ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ചിക്കൻ കുരുമുളകിട്ട് വരട്ടിയ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മൾ എടുത്തത് വെച്ചാൽ ചിക്കൻ്റെ ലെഗ് പീസാണ്. നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ആദ്യം തന്നെ വേണ്ടത് വെച്ചാൽ ഇതിൽ ലൈനിടുക വേണ്ടേ, എന്നാലും മാത്രമേ മസാല നമ്മൾ പിടിക്കും. ഇതിപ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് ലൈനിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ഇത് നല്ലോണം മസാല പെരക്കി വെക്കാനാണ് നമ്മൾ പോകുന്നത്. അതിനായും തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, എന്നിട്ട് ഇതിനകത്തേക്ക് ഇടുന്നത്. അടുത്തതായി കുറച്ച് ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകം, ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, അടുത്തതായി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അടുത്തതായി നമുക്ക് ഈ മസാല നല്ല അടിപൊളിയായിട്ട് പെരക്കി വെക്കാം. നമ്മൾ പെരക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഈ ഗ്യാപ്പിലെല്ലാം നല്ലോണം മസാല പിടിക്കണം. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിപ്പം ചീനച്ചട്ടി നമ്മൾ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഇപ്പം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുറിച്ചിട്ട സവാള നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഈ പരുവത്തിൽ നമ്മളെ സവാളയാകുമ്പോൾ നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. നമ്മളിപ്പം വേറെത്തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് നേരത്തെ നമ്മൾ സവാള വഴറ്റിയ വെളിച്ചെണ്ണ കുറച്ച് നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റാം. ഇനി നേരത്തെ നമ്മൾ മസാല ഒഴിച്ച് വെച്ച കോഴി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് ഹാഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഫുൾ ഫ്രൈ ആയിട്ട് എടുക്കരുത്. ഏകദേശം മീൻ പൊരിക്കുന്ന പോലെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിന് നമുക്ക് മറിച്ചിടാം. ഇനി ചിക്കൻ ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അധികമായിട്ട് കരിയാൻ പാടില്ല. നമ്മൾ നേരത്തെ എടുത്ത ചീനച്ചട്ടി പിന്നെ എടുക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ്റെ എണ്ണ ഇതിലേക്ക് മാറ്റുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ്റെ നല്ല മസാലയുടെ സ്മെല്ല് വരണ്ടിയിട്ടാണ്. ഇനി അടുത്തതായി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും
പിന്നെ പച്ചമുളക് ചതച്ചതും നമുക്കിതിലേക്ക് ഇടാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇത് വഴറ്റാം. അടുത്തതായി നമുക്ക് തക്കാളി ഇതിലേക്ക് ഇടാം. ഇത് നല്ലോണം വഴറ്റുക. ഈ പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ആവശ്യത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. എനിക്ക് നല്ലോണം വഴറ്റുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ചപ്പിടാം. അടുത്തായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. നേരത്തെ വറുത്ത് വെച്ച സവാള നമുക്ക് പകുതി ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നിങ്ങൾ പകുതി മാത്രമേ ഇതിനകത്തേക്ക് ഇടാൻ പാടുള്ളൂ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് 15 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കണം, അടിക്ക് പിടിക്കണമെന്ന് നോക്കണം. നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റാം. ഇത് പൊട്ടിപ്പോകാണ്ട് നോക്കണം. നേരത്തെ മാറ്റി വെച്ച സവാള നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി ഇത് കുറച്ച് ഡ്രൈ ചെയ്യാൻ നമുക്ക് വെക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ചപ്പ് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടിയും നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ ഇപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ തന്നെ ഒരു ഇലയിലേക്ക് മാറ്റാം. ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത്, എല്ലാം സെറ്റാക്കി, നമ്മൾ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഫുള്ള് സെറ്റപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാം.
അപ്പോൾ മച്ചാന്മാരെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പി തന്നെയാണിത്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് എഴുതേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക. ബൈ ബൈ.